കൺമുമ്പിൽ കാണുന്ന കുറ്റകൃത്യങ്ങളുടെ ആഴവും പരപ്പും കാണുമ്പോ ഇതില്ലാതെയാകണമെങ്കിൽ തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് ശുദ്ധ പ്രകൃതിയോടുകൂടി ചിന്തിക്കുന്ന ഏത് മനുഷ്യന്റെ ഉള്ളിൽ വരും. ആ ഉള്ളിൽ വരുന്ന ആദർശത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. കാരണം ഇസ്ലാം ശുദ്ധ പ്രകൃതിയുള്ളതാണ്. അത് അള്ളാന്റെ ദീനാണ്. അതിലേക്ക് മനുഷ്യന്മാർ മടങ്ങിപ്പോവുക തന്നെ ചെയ്യും. ഇപ്പോൾ ലഹരി എത്ര പ്രാവശ്യം നമ്മൾ നിയമസഭ ചർച്ച ചെയ്ത്, രണ്ടാമത് വീണ്ടും ചർച്ച ചെയ്തു അല്ലേ? സഭ നിർത്തിവെച്ചുകൊണ്ട് അടിയന്തര പ്രമേയമായിക്കൊണ്ട് കുറ്റകൃത്യങ്ങളും ലഹരിയും ചർച്ച ചെയ്തു. ആ ചർച്ച കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസാരിച്ച ഒരു സംസാരമുണ്ട്, നിങ്ങളത് കേൾക്കണം. നമ്മൾ ഇത്രയും കാലം ഈ പ്രഭാഷണങ്ങളിലും ഈ ഉത്ബോധനങ്ങളിലും എന്തെല്ലാം കാരണങ്ങളാണോ ഈ ഒരു സാഹചര്യത്തിന് നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതേ കാരണങ്ങളെ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ആർഭാട ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ആർത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഗെയിമിനെ കുറിച്ച് പറയുന്നുണ്ട്, സിനിമയിലെ വയലൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. അവസാനം പറഞ്ഞു വെച്ചത് എന്താ അറിയോ? ഇത് നമുക്ക് മാത്രം കൈകാര്യം ചെയ്യാവുന്ന അവസ്ഥയല്ല എന്നാണ്. ഈ വിഷയം കൈകാര്യം ചെയ്യണമെങ്കിൽ കൂട്ടായ പ്രയത്നം ആവശ്യമാണ് എന്നാണ് ഒന്നുകൂടി അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. ഇവിടെയുള്ള മതരംഗത്ത്, ധാർമ്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആത്മീയ പ്രവർത്തകന്മാരെ കൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ടായിരിക്കണം ഈ യുദ്ധം നമ്മൾ ജയിക്കേണ്ടത് എന്ന് നിയമസഭയുടെ അകത്തകളിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ശരിയാണത്, ആ നിരീക്ഷണം വളരെ ശരിയാണ്. പക്ഷെ ഞാൻ പറയുന്ന പോയിന്റ്, ഈ മതപരമായ ധാർമ്മികമായ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതൊക്കെ എന്തോ ഒരു പുരോഗമനമില്ലാത്ത സംഗതിയാണ്, ഇത് നീ നാടിന് പറ്റിയതല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരിതൊക്കെ കേൾക്കേണ്ടതുണ്ട്. എത്ര നമ്മൾ എങ്ങനെ മാറി മറിഞ്ഞു വന്നാലും നമ്മുടെ സ്രഷ്ടാവ് പറഞ്ഞ മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരികയല്ലാതെ ഇതിനൊന്നും ഒരു പരിഹാരവും ഉണ്ടാവുകയില്ല എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു വെച്ച ആ കാര്യമുണ്ടല്ലോ, ആ മീറ്റിംഗ്, എല്ലാവരും ഇവിടെ കൂട്ടിയിട്ടുള്ള മീറ്റിങ്ങും അതുപോലെ തന്നെ ആക്ഷൻ പ്ലാനും, അതിന് ഒട്ടും താമസിക്കാൻ പാടില്ല. അത് നിയമസഭാ ഫ്ലോറിലെ കേവലമുള്ള ഒരു മറുപടിയിൽ അവസാനിക്കാൻ പാടില്ല. അങ്ങനെ അവസാനിക്കുന്നുവെങ്കിൽ ഓരോ ദിനരാത്രങ്ങളും നമ്മൾ കരളലിയിക്കുന്ന കാഴ്ചകൾ ഇനിയും കേരളത്തിൽ കാണേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നടപ്പാക്കേണ്ടതുണ്ട്.